പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 25 പ്രധാനപ്പെട്ട എക്കണോമിക്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. ഇത് നമ്മുടെ വരാൻ പോകുന്ന 10th പ്രിലിംസിനും അതുപോലെ തന്നെ +2ൻ്റെ മെയിൻസ് എക്സാംസിനും അതുപോലെ തന്നെ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാംസിനും എല്ലാം വളരെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും. ഒരുപാട് പോയിന്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. റെയർ ഫാക്റ്റുകളാണ്. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് എൻ്റെ അൺഅക്കാഡമിയുടെ ഫസ്റ്റ് ക്ലാസ് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി അപ്ലോഡ് ആവുകയാണ്. അപ്പോൾ കൃത്യം 9 മണിക്കാണ്, രാത്രി 9 മണിക്ക് ലൈവ് ക്ലാസ് ആയിട്ടാണ് ഉണ്ടാവുക. അൺഅക്കാഡമി ആപ്ലിക്കേഷൻ വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങളതിൽ ജസ്റ്റ് ഒന്ന് കയറുമ്പോഴത്തേക്കും എൻ്റെ പ്രൊഫൈൽ കാണാനായിട്ട് കഴിയും. ആ പ്രൊഫൈലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിൽ നോട്ടിഫൈ യു, ആ നോട്ടിഫിക്കേഷൻ്റെ ബട്ടണിൽ നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ രാത്രി 9 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ പേര് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനും കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തിയിട്ട് എഴുതാനാണ്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയാലോ. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സാധനങ്ങളുടെയും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നതെന്നാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഉൽപ്പാദന സജ്ജമായ മൂലധനത്തിൻ്റെ വിപുലമായ ശേഖരം അല്ലെങ്കിൽ ഗതാഗതം, ബാങ്കിങ് പോലുള്ള പിന്തുണ സേവനങ്ങളുടെ വർധന അല്ലെങ്കിൽ ഉൽപ്പാദന സജ്ജമായ മൂലധനത്തിൻ്റെയും സേവനങ്ങളുടെയും കാര്യക്ഷമതയിലെ വർധനവ് എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, GDPയുടെ സ്ഥിരമായ വർധനവ് നല്ല സാമ്പത്തിക വളർച്ചയുടെ സൂചകമാണ്. GDP എന്നത് ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ വിപണി മൂല്യമോ അല്ലെങ്കിൽ പണമൂല്യമോ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 3 പോയിന്റുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. നമ്മുടെ GDPയെ കുറിച്ച് പറയുന്ന 3 പോയിന്റുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 പോയിന്റുകളും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം 3 പോയിന്റും വായിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കട്ടല്ലോ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ശരി ഉത്തരമാണോ അത്? വളരെ ശരിയാണല്ലേ. എന്താണ് സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ? എന്താണ്? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാമ്പത്തിക വളർച്ച? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ഉൽപ്പാദന സജ്ജമായ മൂലധനത്തിൻ്റെ വിപുലമായ ശേഖരം അല്ലെങ്കിൽ ഗതാഗതം, ബാങ്കിങ് പോലുള്ള പിന്തുണ സേവനങ്ങളുടെ വർധനവ് അല്ലെങ്കിൽ ഉൽപ്പാദന സജ്ജമായ മൂലധനത്തിൻ്റെയും സേവനങ്ങളുടെയും കാര്യക്ഷമതയിലെ വർധനവിനെയും എന്തു പറയുന്നു? നമുക്ക് എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച കൊണ്ട് സൂചിപ്പിക്കാം. മൂന്നാമത്തെ പോയിന്റ് ഉണ്ടായിരുന്നു, GDPയുടെ സ്ഥിരമായ വർധനവ് നല്ല സാമ്പത്തിക വളർച്ചയുടെ സൂചകമാണ്. ശരിയല്ലേ? GDP കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്താൽ അതെന്താണ്? സാമ്പത്തിക വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് GDP എന്നതിനകത്ത് പറയുന്നുണ്ട്? എന്താണ് GDP എന്നത് ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമോ പണമൂല്യമോ ആണ്. മൂന്നാമത്തെ പോയിന്റും വളരെയധികം ശരി തന്നെയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരി ഉത്തരം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജനസംഖ്യാ വർധനയുടെ കാരണം എന്ത്? അപ്പോൾ ഇതിനകത്ത് 4 പോയിന്റുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് പോപ്പുലേഷൻ കൂടാനുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ അല്ലെങ്കിൽ പോയിന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഉയർന്ന ജനന നിരക്ക് എന്ന് പറയുന്നുണ്ട്, താഴ്ന്ന മരണനിരക്ക്, അതുപോലെ തന്നെ കുടിയേറ്റം. അപ്പോൾ ഈ 3 പോയിന്റുകൾ, പിന്നെ നാലാമത്തതിൽ ഇവയെല്ലാം എന്നും പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഈ 4 പോയിന്റുകളിൽ ഏതൊക്കെയാണ് ജനസംഖ്യാ വർധനവിൻ്റെ കാരണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഉയർന്ന ജനന നിരക്ക് എന്ത് തന്നെയാണ്? ജനസംഖ്യാ വർധനവിൻ്റെ കാരണമാണ്. കുടിയേറ്റം ജനസംഖ്യാ വർധനവിൻ്റെ കാരണമാണോ? കുടിയേറ്റവും ജനസംഖ്യാ വർധനവിൻ്റെ കാരണം തന്നെയാണ്. ഓപ്ഷൻ ബി നോക്കിയേ, താഴ്ന്ന മരണനിരക്ക്, ഇതും ജനസംഖ്യാ വർധനവിൻ്റെ കാരണം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇവയെല്ലാം എന്ത് തന്നെയാണ്? ജനസംഖ്യാ വർധനവിൻ്റെ കാരണമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്,
ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1875 എന്ത് ചെയ്യുന്നത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമാകുന്നത്. 1875 എന്ത് ചെയ്യുന്നത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമാകുന്നത് 1875 ഓർത്തിരിക്കുക. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എപ്പോഴാണ്? 1875 അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനകത്ത് 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് വായിച്ച ശേഷം ശരി ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പ്രത്യേക നടപടികൾ ഗ്രാമീണ വികസന പദ്ധതിയുടെ ഭാഗമാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പ്രത്യേക നടപടികൾ ഗ്രാമീണ വികസന പദ്ധതിയുടെ ഭാഗമാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ആണോ? ശരിയാണല്ലേ. അപ്പോൾ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പ്രത്യേക പരിപാടികൾ ആരുടെ പദ്ധതിയുടെ ഭാഗമാണ്? ഗ്രാമീണ വികസന പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. ഓപ്ഷൻ എ ശരി ഉത്തരമാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. ധവള വിപ്ലവം പച്ചക്കറിയുടെ സ്വയം പര്യാപ്തത ഉണ്ടാക്കി. അങ്ങനെയാണോ? ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിൻ്റെ ആണല്ലേ, മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയാണ് എന്ത് ചെയ്തത്? ധവള വിപ്ലവം ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് തെറ്റല്ലേ? രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണത്? നബാർഡ് ആണല്ലേ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് ഗ്രാമീണ വായ്പകൾ അനുവദിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണല്ലേ. അപ്പോൾ നാഷണൽ ബാങ്ക് അല്ലെങ്കിൽ നബാർഡ് എന്ന് പറയുന്നത് ഗ്രാമീണ വായ്പകൾ അനുവദിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണെന്ന് പറയുന്നത് വളരെയധികം ശരി ഉത്തരം തന്നെയാണ്. നാലാമത്തെ പോയിന്റ് നോക്കിയേ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായിട്ട് സർക്കാർ സ്ഥാപിച്ച മാർക്കറ്റുകളെയാണ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെഗുലേറ്റഡ് മാർക്കറ്റ്? കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണിക്കായിട്ട് സർക്കാർ സ്ഥാപിച്ച മാർക്കറ്റുകളെയാണ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ശരി ഉത്തരമാണോ അത്? അതും ശരി ഉത്തരം തന്നെയാണല്ലേ. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണിക്കായിട്ട് സർക്കാർ സ്ഥാപിച്ച മാർക്കറ്റുകളെയാണ് റെഗുലേറ്റിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന പോയിന്റും ശരി ഉത്തരം തന്നെയാണ്. ഇതിൽ ഓരോ പോയിന്റും ഓരോ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചു പോവുക. ഒന്നാമത്തെ പോയിന്റ് ശരി ഉത്തരമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പ്രത്യേക നടപടികൾ ഗ്രാമീണ വികസന പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. ധവള വിപ്ലവം എന്ന് പറയുന്നത് പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതിനാണ്. മൂന്നാമത്തെ പോയിന്റ് ശരിയാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്? എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗ്രാമീണ വായ്പകൾ നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് ആര്? നമ്മുടെ നബാർഡ് എന്ന് പറയുന്നത് ശരി ഉത്തരമാണ്. നാലാമത്തെ പോയിന്റ് നോക്കിയേ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായിട്ട് സർക്കാർ സ്ഥാപിച്ച മാർക്കറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നതും ശരി ഉത്തരം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത 80ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കുടുംബാസൂത്രണം ദേശീയ നയമായി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? എന്താണ്? കുടുംബാസൂത്രണം ദേശീയ നയമായി സ്വീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? കുടുംബാസൂത്രണം ദേശീയ നയമായി സ്വീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ത്യയാണ് കുടുംബാസൂത്രണം അല്ലെങ്കിൽ ഫാമിലി പ്ലാനിംഗ് ഒരു ദേശീയ നയമായി സ്വീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം. പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓക്കെ. അപ്പോൾ എന്താണ്? ഇതിനകത്ത് 4 കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് നമ്മുടെ 81ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളെ കൊണ്ട് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. സമത്വം ശരിയാണോ? പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ തന്നെയാണ് സമത്വം. ആധുനികവൽക്കരണം പഞ്ചവത്സര പദ്ധതിയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നതല്ലേ? സാമ്പത്തിക വളർച്ച ഉൾപ്പെടുന്നതല്ലേ? സ്വാശ്രയത്വം ഉൾപ്പെടുന്നതല്ലേ? അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നത് തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1, 2, 3, 4. അപ്പോൾ ഏതൊക്കെയാണ് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ, സ്വാശ്രയത്വം, പിന്നെ സമത്വം. ഓക്കെ, സ്വാശ്രയത്വവും സമത്വവും ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, അതുപോലെ തന്നെ സമത്വം. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. നമുക്കടുത്ത് 82ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചേരുംപടി ചേർക്കുക. ഓക്കെ, ഇതിനകത്ത് 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു ചോദ്യം തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുന്നു. VKRV റാവു കൊടുത്തിട്ടുണ്ട്. സെമീന്ദാരി സമ്പ്രദായം, മുരടിച്ച സാമ്പത്തിക രംഗം, നമ്മുടെ ജംഷഡ്ജി ടാറ്റ. ഇത്രയാണ്
ഫസ്റ്റ് പോയിന്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. മാച്ച് ചെയ്യേണ്ടതിനകത്ത് ആരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ടിസ്കോ, കുറഞ്ഞ വളർച്ച നിരക്ക്, ഭൂനികുതി സമ്പ്രദായം, ദേശീയ വരുമാനം കണക്കിലാക്കൽ. ഓക്കെ, നമുക്ക് ഇതിൽ അറിയാവുന്ന കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പോയിന്റ് ചെയ്യാനായിട്ട് നോക്കാം. സെമീന്ദാരി സമ്പ്രദായം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, അതൊരു ഭൂനികുതി സമ്പ്രദായമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പിന്നെ നമ്മുടെ ടിസ്കോ, ജംഷഡ്ജി ടാറ്റയുടേതാണ് ടിസ്കോ എന്ന് നമുക്കറിയാം. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുരടിച്ച സാമ്പത്തിക രംഗവും WK റാവു. മുരടിച്ച സാമ്പത്തിക രംഗം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? കുറഞ്ഞ വളർച്ചാ നിരക്കായിരിക്കും. കുറഞ്ഞ വളർച്ചാ നിരക്കായിരിക്കും മുരടിച്ച സാമ്പത്തിക രംഗത്തിന്. അങ്ങനെയാണെങ്കിൽ പിന്നെ WK റാവു ആരാണ്? ദേശീയ വരുമാനം കണക്കിലാക്കലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? നമ്മുടെ WK റാവു. ഓക്കെ അല്ലേ? ദേശീയ വരുമാനം കണക്കിലാക്കലുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? WK റാവു. WK റാവു ആണ് ദേശീയ വരുമാനം കണക്കിലാക്കിയത്. അപ്പോൾ അത്രയും കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നും കൂടി പറയാം. WK റാവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റ് എന്താണ്? ദേശീയ വരുമാനം കണക്കിലാക്കലാണ്. ദേശീയ വരുമാനം കണക്കിലാക്കലാണ് WK റാവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റ് എ ആണ് ശരി ഉത്തരം. സെമീന്ദാരി സമ്പ്രദായം എന്താണ്? ഭൂനികുതി സമ്പ്രദായമാണ്. സെമീന്ദാരി സമ്പ്രദായം ഒരു ഭൂനികുതി സമ്പ്രദായമാണ്. മുരടിച്ച സാമ്പത്തിക രംഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? കുറഞ്ഞ വളർച്ചാ നിരക്കായിരിക്കും മുരടിച്ച സാമ്പത്തിക രംഗത്തിനുള്ളത്. ടിസ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജംഷഡ്ജി ടാറ്റയുടേതാണല്ലേ ടിസ്കോ എന്ന് പറഞ്ഞാൽ. ജംഷഡ്ജി ടാറ്റയുടേതാണ് ടിസ്കോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? DCBA. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. 1 D ആണ്, 2 C ആണ്, 3 B ആണ്, 4 A ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ C ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഈ പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഈ പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ ഇതിനകത്ത് 4 പ്രസ്താവനകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പ്രസ്താവനകൾ വായിച്ച് തന്നെ അതിനകത്ത് ശരി ഉത്തരം ഏതൊക്കെയാണെന്ന് നോക്കി തന്നെ പോകും. അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. മുതലാളിത്ത വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ആസൂത്രണത്തിലൂടെയാണ് അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുന്നത്. എന്തിനാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ആസൂത്രണത്തിലൂടെയാണെന്നാണ് പരിഹരിക്കപ്പെടുന്നതെന്നാണ് ഒന്നാമത്തെ പോയിന്റ്. അത് ശരിയാണോ? ശരി ഉത്തരം അല്ല. ആസൂത്രണത്തിലൂടെ അല്ല നമ്മുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. എങ്ങനെയാണ്? അവിടെ മാർക്കറ്റ് മെക്കാനിസമാണ് അല്ലെങ്കിൽ കമ്പോള വ്യവസ്ഥയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ മുതലാളിയാണ് ഏറ്റവും മെയിനായിട്ടുള്ള ആളെന്ന് പറയുന്നത്. അപ്പോൾ മുതലാളി എന്ത് ചെയ്യും? സ്വയം നിശ്ചയിക്കുന്നതാണ്. അവിടെ ആസൂത്രണം എന്ന് പറയുന്ന പോയിന്റിന് പ്രസക്തിയില്ല. ആസൂത്രണം വരുന്ന ഏതിലാണ്? നമ്മുടെ സോഷ്യലിസത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആസൂത്രണം മാത്രം വരുന്നത് സോഷ്യലിസമാണ്. പിന്നെ നമുക്ക് മിക്സഡ് എക്കണോമിയിൽ എന്ത് പറയാം? ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്നൊരു പോയിന്റ് വരുന്നുണ്ടെന്ന് പറയാം. എന്തായാലും മുതലാളിത്ത വ്യവസ്ഥയിൽ എന്തില്ല? ആസൂത്രണം എന്ന് പറയുന്ന പോയിന്റ് ഇല്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭൂപരിഷ്കരണം സെമീന്ദാരി സമ്പ്രദായം ഇല്ലാതാക്കി. ശരിയാണോ? ഭൂപരിഷ്കരണം സെമീന്ദാരി സമ്പ്രദായം ഇല്ലാതാക്കി. ശരി ഉത്തരം തന്നെയാണ് അല്ലേ? ഭൂപരിഷ്കരണം സെമീന്ദാരി സമ്പ്രദായം ഇല്ലാതാക്കി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തു. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തു എന്ന് പറയുന്ന പോയിന്റ് ശരിയാണോ? ശരി ഉത്തരം തന്നെയാണ്. കാർവേ കമ്മിറ്റി എന്തിനാണ് ചെയ്തത്? ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് കാർവേ കമ്മിറ്റി ശുപാർശ ചെയ്തത്. ഓക്കെ അല്ലേ? അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കിയേ. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രോഗ്രാമാണ്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരാണെന്ത്? മഹലനോബിസ് മാതൃക എന്ന് പറയുന്നത്. അതും എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. അപ്പോൾ 1 തെറ്റ്, പിന്നെ 2, 3, 4 ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ B ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഭൂപരിഷ്കരണം സെമീന്ദാരി സമ്പ്രദായം ഇല്ലാതാക്കി. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സഹായിച്ചു. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രോഗ്രാമാണ്. അടുത്ത 84ാമത്തെ ചോദ്യം. കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്നാണ്? 84ാമത്തെ ചോദ്യം എന്താണ്? കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്നാണ് നമ്മുടെ 84ാമത്തെ ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. മുതലാളിത്തം, മിശ്ര സമ്പദ് വ്യവസ്ഥ, ജനാധിപത്യം, സോഷ്യലിസം. മുതലാളിത്തം, മിശ്ര സമ്പദ് വ്യവസ്ഥ, ജനാധിപത്യം, സോഷ്യലിസം. അപ്പോൾ നമുക്ക് ഇതിലേതാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? നമുക്കറിയാം 3 തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട്, മിശ്ര സമ്പദ് വ്യവസ്ഥയുണ്ട്, സോഷ്യലിസം ഉണ്ട്. പക്ഷേ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണോ? ഒരിക്കലും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല അല്ലേ? അതൊരു ഭരണ രീതിയാണ്. എന്നാലും മുതലാളിത്തവും മിശ്ര സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസവും ഒരു സാമ്പത്തിക രീതിയാണ്. എക്കണോമിക് സിസ്റ്റംസ് ആണ് എന്തൊക്കെയെന്ന് പറയുന്നത്? ക്യാപിറ്റലിസവും സോഷ്യലിസവും മിക്സഡ് എക്കണോമിയും. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 85ാമത്തെ ചോദ്യം വരെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഞാൻ ബാക്കി ചോദ്യങ്ങൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാര്യം ഇത് കുറച്ചും കൂടി കട്ടിയുള്ള ക്വസ്റ്റ്യൻസാണ്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ എല്ലാം കൂടി ആയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തൊരു 10-15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. ഓരോ പോയിൻറ്റും എഴുതി പഠിക്കുക, പുതിയ പോയിൻറ്റുകൾ എഴുതി തന്നെ പഠിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. ഇന്ന് വൈകുന്നേരം 9 മണിക്ക്, രാത്രി 9 മണിക്ക് എന്തുണ്ട്? നമ്മുടെ അൺഅക്കാഡമിയിൽ എൻ്റെ ലൈവ് ക്ലാസ് പോകുന്നുണ്ട്. ആ
ആപ്ലിക്കേഷനിലാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ലൈവ് ക്ലാസ്സിൻ്റെ. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ലൈവ് ക്ലാസ്സിൽ കയറിയ ശേഷം എന്ത് ചെയ്യുക, അതിൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്തിരിക. അപ്പോൾ ഞാൻ ലൈവ് വരാൻ നേരത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക, എൻ്റെ പ്രൊഫൈലിൽ കയറി എന്നെ ഫോളോ ചെയ്യാനും കൂടി നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. പിന്നെ ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ HPL10 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 15% വരെ ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഫലപ്രദമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.